നിലമ്പൂർ വോട്ടെടുപ്പ് പുരോഗമിക്കുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വെടിപൊട്ടിച്ച് ശശി തരൂർ. വിളിച്ചിരുന്നെങ്കിൽ നിലമ്പൂരിൽ പോയി പ്രചാരണത്തിൽ പങ്കെടുക്കുമായിരുന്നു. എന്നാൽ ഒരു മിസ്ഡ് കോളിലൂടെ പോലും ആരും തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും തരൂർ തുറന്നടിച്ചു. കോൺഗ്രസ് തന്നെ വിളിച്ചില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ രാജ്യത്തിനു വേണ്ടി തന്റെ സേവനം ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആരെയും ക്ഷണിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ആ സമയത്തും എനിക്കൊരു മിസ് കോളോ ഒരു ക്ഷണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന ശേഷം കാണണം. അകത്ത് പുകയുന്ന അതൃപ്തി തുറന്നടിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു തരൂർ. പ്രതികരണത്തിനായി സമീപിച്ച മാധ്യമപ്രവർത്തകരോട് താൻ വാർത്താ സമ്മേളനമൊന്നും വിളിച്ചിട്ടില്ലല്ലോ, എന്നാലും ചോദിച്ചോളൂ പറയാം എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞാണ് തുടങ്ങിയത്. നിലമ്പൂരിലേക്ക് പോകാതിരുന്നത് എന്തേ എന്ന ചോദ്യം കാത്തിരുന്നത് പോലെ തരൂർ പ്രതികരിച്ചു. വിളിച്ചാൽ പോകുമായിരുന്നു, പക്ഷേ ആരും വിളിച്ചില്ല. തിരിച്ചു വന്നപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ എക്സിസ്റ്റിംഗ് പ്രോഗ്രാമിനെ മുന്നോട്ട് കൊണ്ടുപോയി. അവിടെയും തീർന്നില്ല. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ നിലപാട് വിശദീകരിച്ച പഹൽഗാം മിഷനിലേക്ക് കേന്ദ്ര സർക്കാർ തന്റെ സേവനം ആവശ്യപ്പെട്ടു. അത് സ്വീകരിച്ചു. പക്ഷേ നിലമ്പൂരിൽ തന്നെ വലിയ ആവശ്യമില്ല എന്ന് പാർട്ടി കരുതിയിട്ടുണ്ടാകും. എന്നെ ആവശ്യപ്പെട്ടത് സർക്കാരായിരുന്നു. സത്യമാണ്, പാർട്ടി എന്നെ ആവശ്യപ്പെട്ടില്ല അത് ചെയ്യാൻ. പക്ഷേ സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ഞാനൊരു ഭാരതീയ പൗരനായിട്ട് എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കടമ ഞാൻ ചെയ്തു. അത് അഭിമാനത്തോടെ ചെയ്തു. നിലമ്പൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കം നേതാക്കൾ നിലമ്പൂരിൽ നേരിട്ടെത്തി പ്രവർത്തിച്ചു. അതിനുള്ള ഫലം കിട്ടട്ടെ. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് നൽകിയ താരപ്രചാരകരുടെ പട്ടികയിൽ 8ാമതായി തരൂരിനെയും ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളെക്കുറിച്ച് യാതൊരു വിവരവും പാർട്ടി അറിയിച്ചിരുന്നില്ലെന്ന് തരൂർ പലവട്ടം ആവർത്തിച്ചു. BJPയുമായി അടുക്കുന്നു എന്ന അഭ്യൂഹം തരൂർ തള്ളി. സർക്കാർ തന്ന ഉത്തരവാദിത്തത്തിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചു. തന്റെ ലൈൻ മാറിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പക്ഷേ തരൂർ വന്നിരുന്നെങ്കിൽ നന്നായേനെ. സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല, സാധാരണ ഈ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച്. തരൂര് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം രാജ്യത്തിന് വെളിയിലായിരുന്നു, കേരളത്തിന് വെളിയിലായിരുന്നു. വരുന്നത് കൂടുതൽ നന്നായിരുന്നേ. കോൺഗ്രസ് നേതൃത്വത്തിലെ ഒട്ടെല്ലാവരും നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരുന്നു. പ്രവർത്തക സമിതി അംഗവും മുതിർന്ന MP-യുമായ തരൂരിന്റെ അസാന്നിധ്യം അന്നേ വാർത്തയായിരുന്നു. വിദേശത്തു നിന്ന് മടങ്ങിയെത്തിയിട്ടും തരൂർ നിലമ്പൂരിലേക്ക് എത്തിയില്ല. അതിനുള്ള വിശദീകരണം വോട്ടെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ ആരോപണമാക്കി ആഞ്ഞടിച്ച് തരൂർ നേതൃത്വത്തെ ഒരിക്കൽ കൂടി വെട്ടിലാക്കി. കോൺഗ്രസ് നേതൃത്വവുമായി തനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് കൂടുതൽ പറയില്ലെന്ന് കൂടി പറഞ്ഞ ശേഷം മറ്റൊരു അവസരത്തിലേക്കായി നീക്കിവെക്കുന്നു ശശി തരൂർ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.